ഒരുപാട് മാനഹാനി സംഭവിച്ചെന്ന് പറഞ്ഞു. അപ്പൊ മാനഹാനി സംഭവിച്ചെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം കേസ് കൊടുക്കുന്നാണ് പറഞ്ഞത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കൊടുക്കല്ലേ? അതുകൊണ്ട് നഷ്ടപരിഹാരത്തിനാണ് അദ്ദേഹം കേസ് കൊടുക്കുന്നത്. നിങ്ങൾ നഷ്ടപരിഹാരം കൊടുക്കാൻ തയ്യാറാണോ ഷഫീഖ? കൊട്ടനാഞ്ചിന്റെ പൈസ ഞാൻ കൊടുക്കൂല. ഇപ്പൊ നമ്മൾ കളർ കൊടുക്കുകയാണ്, അത് കളർ കൊടുക്കണില്ല എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ. അപ്പം ഞാനൊരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഷഫീഖ് ഭായിന്റെ കൈ കൊടുക്കുകയാണ്. ഷഫീഖ് ഭായ്, ഞാൻ ചോദിക്കട്ടെ, കൃഷി ഇത് കണ്ടിട്ട് കൃഷി ഓഫീസർമാർ നിങ്ങൾ വിളിച്ച് ചോദിച്ചിരുന്നു കാര്യങ്ങള്? തീർച്ചയായിട്ടും. എന്ത് പറഞ്ഞു? എന്ത് അസംബന്ധാണ് ഒരു പറയുന്നത്? പക്ഷേ വ്യാജ പ്രചരണങ്ങൾ നടത്തുന്ന ആൾക്കാരെ നമ്മൾ ശക്തമായിട്ട് നേരിടും, ശക്തമായിട്ട് പ്രതികരിക്കും. അത് കൊടുത്തിട്ട് അതിൽ കളർ വെപ്പിച്ചട്ടെ, എന്നിട്ട് ഞാനത് വെട്ടി ഇതേമാതിരി കുത്തിർന്ന് കഴിക്കും. ഇങ്ങനെ കഴിക്കും. പക്ഷെ ഈ ടേസ്റ്റും വേണം, ഈ കളറും വേണം, വായിക്ക് വെക്കാനും പറ്റണം. ഹായ് സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കോട്ടക്കൽ പുത്തൂർ പാടത്താണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മൾ രണ്ട് വീഡിയോസ് നമ്മൾ കണ്ട്. അതായത് ഒന്ന് നമ്മൾ ഷഫീഖ് എന്ന് പറഞ്ഞ ഒരാളുടെയും അതുപോലെ മറ്റൊരു വ്യക്തിയുടെയും. അപ്പോൾ ഈ രണ്ട് വീഡിയോസ് നമ്മളെ ഈ തണ്ണിമത്തൻ, അതായത് വത്തക്ക എന്നൊക്കെ പറയുന്ന ഈ സംഭവത്തിൻ്റെ അതിൽ മരുന്ന് അടിച്ച് കയറ്റി, അതായത് കളർ അടിച്ച് കയറ്റാൻ പറ്റുമോ, കാർബൈഡ് അടിച്ച് കയറ്റാൻ പറ്റുമോ എന്നൊക്കെയുള്ള അങ്ങനെയുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതിൽ വലിയ വിവാദമായി നിൽക്കുകയാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ചോദിക്കാൻ വേണ്ടി നമ്മൾ ഷഫീഖ് എന്ന് പറഞ്ഞ ഒരാളെ നമ്മൾ കോട്ടക്കലുള്ളതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ വിവാദങ്ങളുടെ കാര്യങ്ങൾ അദ്ദേഹം എന്താണ് പറയുന്നതെന്ന് നമ്മുടെ ചാനലിലൂടെ നമ്മൾ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് അതങ്ങോട്ടൊക്കെ കാണാം. ഇതാണ് വീഡിയോ ഷഫീഖ്. ഞാനിതാ പാടത്തേക്ക് വന്നപ്പോൾ ഷഫീഖ് ഇവിടെ വെണ്ട, നല്ലൊരു കർഷകനാണ് കേട്ടോ, കണ്ടാൽ തന്നെ അറിയാം ഒരുപാട് കൃഷികളുണ്ട്. ഷഫീഖ് വെണ്ട പറിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുപോലെ കള പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ സംഭവങ്ങൾ രാവിലെ തന്നെ 7 മണി സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും നമുക്ക് ഷഫീഖിൻ്റെ കയ്യിൽ നമ്മൾ മൈക്കൊന്ന് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഷഫീഖ് ഭായിനോട് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നു. ഷഫീഖ് ഭായ്, എന്തൊക്കെയുണ്ട്? സുഖം. രാവിലെ തന്നെ നമ്മളെ പരിപാടി രാവിലെ ഇറങ്ങുന്ന വെണ്ടത്തോടുള്ള പരിപാടി. അപ്പൊ നമ്മൾ ചോദിക്കുന്ന കാര്യം, ഇപ്പൊ എയറിലാണല്ലേ? എയറിലാവണല്ലോ. ജനങ്ങളെ തെറ്റിദ്ധാരണ മാറ്റണം അല്ലെ? അത് നമ്മൾ ക്ലിയർ ആക്കുക എന്നുള്ളതാണ്. ഒരാളെ താഴ്ത്തി കെട്ടുക അല്ലെങ്കിൽ ഒരാളെ റീച്ച് കൂട്ടുക, അങ്ങനെ ഒന്നുമില്ല. ഒരാളെ വെച്ചുകൊണ്ട് നമ്മൾ ഒന്ന് ചെയ്യാന്നുള്ളതല്ല. പക്ഷെ അത് സത്യം ജനങ്ങൾ അറിയണം. അത്രേ ഉള്ളൂ. വേറെ ഒന്നുമില്ല, കണക്കൂട്ടിലൊന്നുമില്ല. സെറ്റ്. അപ്പൊ അദ്ദേഹം പറയുന്നതിനോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഷഫീഖ് ഭായ്? ഒരിക്കലും പോസിബിൾ അല്ല സംഗതിയാണ്. ഒരിക്കലും അല്ല. ഇതേപോലെ തന്നെ ഒരുപാട് ഡോക്ടർമാരുണ്ട്. നമുക്ക് അതിന്റെ വീഡിയോസും ലിങ്കും ഒക്കെ നമ്മളെ അടുത്തുണ്ട്. അപ്പൊ അത് നമ്മള് പബ്ലിഷ് ചെയ്യും. അത് ആരുതായാലും നമ്മൾ പബ്ലിഷ് ചെയ്യും. കാരണം വെച്ചാൽ ജനങ്ങളെ തെറ്റിദ്ധാരണ, കാരണം വെച്ചാൽ ഈ റമദാനോടനുബന്ധിച്ചും അല്ലെങ്കിൽ റമദാനിലും ഈ ഓരോ സീസണിൽ, കാരണം വെച്ചാൽ ഓരോ എന്ത് സംഗതി ആവട്ടെ അതിൻ്റെ ഓരോ സീസണിലും ഇതുപോലത്തെ ഉള്ള ആൾക്കാർ ഒരു കണ്ടന്റ്, ഒരു വിഷയമായിട്ട് വരികയാണ്. അപ്പോൾ അത് ജനങ്ങളിലോട്ട് തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയാണ്. ജനങ്ങൾ അതിനെ, പിന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയ കാലഘട്ടമാണ്. അപ്പോൾ മൊത്തം എല്ലാവരും സോഷ്യൽ മീഡിയയിലുണ്ടോ, അവർ പറയേണ്ടതാണ്, ഒരു ഇൻഫ്ലുവൻസർ പറയേണ്ടതാണ് സത്യം എന്നുള്ളത് മനസ്സിലാക്കുകയാണ്. അതാണല്ലേ. പിന്നെ എന്താ പറയാ, നിങ്ങളത് മുറിച്ച് അതിന്റെ കറക്റ്റ് കാര്യങ്ങൾ കാണിച്ചു കൊടുത്തല്ലേ? തീർച്ചയായിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിച്ചു തരാം. നമ്മുടെ തോട്ടത്തിൽ വിളഞ്ഞു കിടക്കുക. അതെ, നമ്മൾ കാണണം. കണക്കിൽ നമുക്കിവിടെ വിളഞ്ഞു കിടക്കണം. കാണണം. നല്ലൊരു കർഷകനാന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഒരുപാട് കൃഷികളുണ്ട്, ഒരു കൃഷിയല്ല, ഒരുപാട് കൃഷികളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചോദിക്കണെന്ന് വെച്ചാല്, അദ്ദേഹം പറഞ്ഞു കാർബൈഡ് ഒന്നും അടിച്ച് കയറ്റാൻ പറ്റൂല. ഈ ചെറു പ്രായത്തിലാണ് ഈ എന്താ പറയാ, നമ്മൾ തണ്ണിമത്തലിനൊക്കെ കാർബൈഡ് അടിച്ച് കയറ്റാൻ പറ്റില്ല എന്നുള്ള, എന്താണ് അതിനെ പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത് ഷഫീഖ? പോസിബിൾ അല്ല. കാരണം വെച്ചാല് അതിനുള്ളിലോട്ട് ചെറിയൊരു മുട്ടുസൂചിന്റെ ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് കേടുവരും. 4-5 ദിവസം കൊണ്ട് കേടുവരും. മൂപ്പര് പറയേണ്ടത് പിന്നെ തമിഴ്നാട്ടിലെ എല്ലാത്തിലും അതിൽ അടിച്ചു കണ്ടാണ് നമ്മളെ കേരളത്തോട്ട് വരുന്നത് എന്നുള്ളതാണ്. അത് നമ്മൾ ഒരിക്കലും സമ്മതിക്കൂല. കാരണം വെച്ചാൽ നമ്മളെ സുഹൃത്തുക്കളും പിന്നെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ആൾക്കാർ അവിടെ കൃഷി ചെയ്യുന്നതാണ്. അത് ഏക്കർ കണക്കുകളോളം, 1 ഏക്കർ 2 ഏക്കർ ഒന്നുമല്ല, അത് 10, 15, 20, 200, 300 ഏക്കർ കൃഷി ചെയ്യേണ്ട ആൾക്കാരാണ്. അപ്പോൾ അത് അവരെ ജീവിത വരുമാനത്തിന് ബാധിക്കും. ഒന്ന്, പിന്നെ നമ്മളെ നാട്ടിലിപ്പോൾ ഒരു ട്രെൻഡിങ്ങിലായിട്ട് കൊണ്ടുവരുന്നതാണ് തണ്ണിമത്തൻ കൃഷി. അതിപ്പോൾ ഈ ഒരു മാസം അല്ലെങ്കിൽ കഴിഞ്ഞ മാസം അത് നിലച്ചു എന്ന് തന്നെ പറയാം. ഇതുപോലത്തുള്ള വീഡിയോസുകൾ ഇറങ്ങിയിട്ട് ഒരുപാട് ആൾക്കാർക്ക് തണ്ണിമത്തൻ വിൽക്കാൻ പറ്റാതായി. നാട്ടിൽ ഒരുപാട് കർഷകരുണ്ട്. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട്, മലപ്പുറം ജില്ലയിൽ തന്നെ ഏകദേശം ഒരു 100-100 കർഷകർ എനിക്ക് തന്നെ അറിയാം. ഒരുപാട് കർഷകരുണ്ട്. തീർച്ചയായിട്ടും അതുണ്ട്, സംഗതി ഉണ്ട്. പക്ഷെ അതിനെതിരെ നമ്മൾ പ്രതികരിച്ചില്ലെങ്കിലേ അടുത്ത വർഷം ഈ വീഡിയോസുകൾ പൊന്തും, ഉറപ്പാണ്. കാരണം വെച്ചാൽ ലാസ്റ്റ്
കർഷകൻ എന്നുള്ളൊരു ലാബിൽ തന്നെ ലാസ്റ്റ് സത്യം പറയാം കർഷകരെ നിരുത്സാഹപ്പെടുത്തുക, അവരെ കൃഷിനെ നശിപ്പിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലൂടെ ഒരു അത് സംഗതി എന്ന് പറയുകയാണെങ്കിൽ മൂപ്പര് എന്താ പേരെന്ന് അറിയില്ല, പക്ഷെ ഒരുപാട് വീഡിയോസുകളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാനുള്ള നേരമില്ല. നിങ്ങളെ പോലത്തെ ആൾക്കാർ, നമ്മൾ യൂട്യൂബറാണ്, നമ്മളെ കണ്ടന്റ് എന്ന് പറയുകയാണെങ്കിൽ കൃഷി രീതികൾ, അതെ അതെ അതെ, പുതിയ കൃഷിക്കാരെ നമ്മളെ ഇതിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മളെ മെയിൻ ടാർഗറ്റ് എന്ന് പറയുകയാണെങ്കിൽ. യുവതലമുറയിലുള്ള പുതിയ കർഷകരെ നമ്മളെ ഫീൽഡിലോട്ട് കൊണ്ടുവരിക, അവർ കൃഷി ചെയ്ത് നല്ല രീതിയിൽ നമ്മളെ നാടിന്റെ സമ്പത്ത് ഡെവലപ്പ് ചെയ്യുക എന്നുള്ള രീതിയിലാണ്. പക്ഷെ അതിനെ നിരുത്സാഹം, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം വെച്ചാൽ അവര് ഒരു കണ്ടന്റ് എന്നുള്ള രീതിയിൽ ചെയ്യണം, പക്ഷെ അതിനെപ്പറ്റി പഠിച്ചിട്ട് വേണം ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മളെ അടുത്തുള്ള ഒരു കൃഷി ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ ഫുള്ള് ഡീറ്റെയിൽസ് കിട്ടും. യൂട്യൂബത്തെ വീഡിയോ കട്ട് ചെയ്ത് കണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഗൂഗിളിൽ കയറി കണ്ട് പരതിയിട്ട്, ഗൂഗിളിലായാലും പിന്നെ യൂട്യൂബിലായാലും നെഗറ്റീവ്സുകളും പോസിറ്റീവ്സും ഉണ്ട്. അത് രണ്ടും കൂടി ലിങ്ക് ചെയ്ത് കണ്ട് വിടണം, അല്ലെങ്കിൽ ഇതേപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. കാരണം വെച്ചാൽ നെഗറ്റീവ് മാത്രം പറഞ്ഞിട്ട് കാര്യം, അതിന് പോസിറ്റീവ് തന്നെ അതിന്റെ ഒപ്പം തന്നെ വരണം. കാരണം വെച്ചാൽ ഈ ആളൊരു വീഡിയോ എന്ന് പറയണമെങ്കിൽ 2 മില്യൺ 3 മില്യൺ 4 മില്യൺ ഓടിയ വീഡിയോനെ, അത് ആ ഒരു വീഡിയോ മാത്രമേ ഓടിയിട്ടുള്ളൂ. അത് നമുക്ക് ഏകദേശം കണ്ടാലറിയാം. അത് അങ്ങനെയുള്ള നെഗറ്റീവ്സുകൾ വരുമ്പോഴേ അത് ഓടുള്ളൂ, ജനങ്ങൾ ഏറ്റെടുക്കുള്ളൂ. അപ്പൊ നമ്മൾ ഇതേപോലെ തന്നെ അതിനെ റിയാക്ട് എന്നല്ല, അവരെ പറ്റി നമ്മൾ ഇതിന്റെ ഒരു സത്യാവസ്ഥ നമ്മൾ വെളിപ്പെടുത്തുന്നുള്ളൂ. എങ്ങനെയല്ല നമ്മൾ കട്ട് ചെയ്ത് മുറിച്ച് വേണമെങ്കിൽ നമുക്ക് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നമ്മൾ കട്ട് ചെയ്ത് നോക്കാം, അതിന്റെ കാര്യങ്ങൾ നമുക്ക് നോക്കണല്ലോ. നിങ്ങൾ എത്ര വർഷമായി ഷെഫീഖ്? ഞാനിപ്പോ ഏകദേശം 15 വർഷമായി. 15 വർഷത്തോളം ഫാമിങ്ങിലാണ്. ശരിക്കും ഫാമിങ്. അതായത് എത്ര ഏക്കർ പറഞ്ഞു? നമുക്ക് ഇവിടെ ടോട്ടല് 30 ഏക്കർ സ്ഥലം. 30 ഏക്കർ 15 വർഷം. നമ്മൾ ഇവിടെ നിന്നല്ല, ഇവിടെ സ്ഥലമുണ്ട്. നിലമ്പൂര് നമുക്ക് നമ്മളെ സുഹൃത്തുക്കള് അവിടെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വളാഞ്ചേരി ഭാഗത്ത് നമ്മളെ സുഹൃത്തുക്കളും എല്ലാവരും കൂടി ചെയ്യുന്നുണ്ട്. ഇവിടെയും അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്നുണ്ട്, അതിന്റെ അപ്പുറത്തും ചെയ്യുന്നുണ്ട്. ഈ ഏരിയകളൊക്കെ നമ്മൾ നെല്ലായിട്ടും വത്തക്കായിട്ടും വെണ്ടക്കായിട്ടും എല്ലാ പച്ചക്കറികളും സീസൺ കൃഷികളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ആ ഒരു വ്യക്തിനോടാണ്, വെറും ഒരു യൂട്യൂബർ മാത്രമായിട്ടുള്ള വ്യക്തി ഇങ്ങനൊക്കെ പറയണമെങ്കിൽ ആരാണ് ശരിക്ക് കള്ളം പറയുന്നത്, ആരാണ് ശരിക്കും സത്യം പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് പ്രേക്ഷകർ മനസ്സിലാക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും രാവിലെ ഞാൻ ഈ ഷെഫീഖ് ഭായിനെ കാണാൻ വേണ്ടി ഇത്ര റിസ്ക് എടുത്ത് ഇവിടെ വന്നിട്ടുള്ളത്. നമുക്കതൊന്ന് മുറിച്ച് കാണുക വേണം. നമ്മളിത് അവിടെ തണ്ണിമത്തം മുറിച്ച് കാണാൻ പോട്ടെ. ഷെഫീഖ് ഇതാ എത്ര കുത്തി വെച്ചിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് നോക്കി, ഇതാ ഇതിലെവിടെ ഏതൊക്കെ ഹോള് എവിടെയൊക്കെ ഒന്ന് തപ്പി നോക്കിയാണ്. എവിടെയൊക്കെ കുത്തിവെച്ച്, ഇത് കുത്തിവെച്ചാണോ? അല്ല, ഇതാണ് ഇത് കുത്തിവെച്ചാണോ? ഇത് കുത്തിവെച്ചാണോ? കുത്തിവെപ്പ് ഇതിന്റെ ഉള്ളിൽ എന്തെങ്കിലും പുഴു കുത്തിയത്, ആ സാധനം കുത്തിയതാണ് ഈ അവസ്ഥയിൽ വരും. വെള്ളീച്ച കുത്തിയത്, നോക്കി ഇതൊരു ഈച്ച കുത്തിയിട്ട് സംഭവം ചെറിയ പ്രായത്തിന് കേട് വന്ന് പോയത്. ചെറിയ പ്രായത്തിൽ കണ്ടില്ലേ ഈച്ച കുത്തിയത്. അതായത് ഏകദേശം ഇപ്പൊ ഇത് മറ്റേ ഉണ്ടായി ഏകദേശം ഒരു 10 ദിവസം കൊണ്ടല്ലേ? 10-15 ദിവസമായിട്ടുണ്ടോ? 10-15 ദിവസം കൊണ്ട് ഇതിന്റെ കോലം ഈ അവസ്ഥ. പിന്നെ എങ്ങനെ സിറിഞ്ച് കയറുക? ഒരു ഈച്ച കുത്തുന്ന വെച്ചാൽ ഇത് വലിച്ചെടുക്കുക ചെയ്യാം. ഇതെന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ട് നിറയ്ക്കുക ചെയ്യാം. ഒന്ന് ആലോചിച്ച് നോക്കിയാണ് നിങ്ങള്. നമ്മളിതാ ഒരു വത്തക്ക എടുത്ത് നമ്മൾ മുറിച്ച് അതിന്റെ കളറും കാര്യങ്ങളും നോക്കാം. ഇതാ ഈ മരത്തുമെന്ന് വെട്ടിയെടുക്കുകയാണ്. ഈ വെട്ടിയെടുക്കുമ്പോ ഒരുപാട് ആൾക്കാർ തെറ്റിദ്ധാരണുണ്ട്. വള്ളി ഉണങ്ങി ഇതാ ഇത് നമ്മൾ പച്ച കണ്ടാ, ഇത് കണ്ടൊക്കെ മനസ്സിലാവും, പച്ച അല്ലെ. ഒരുപാട് ആൾക്കാരെ തെറ്റിദ്ധാരണ ഇവിടെ മഞ്ഞ കളറാവണം മൂക്കണമെങ്കിൽ, ഇതിന്റെ ലൈനുകൾ മാറണം. അതൊക്കെ വെറുതെ പറയണേ. ഒരു കർഷകൻ എന്നുള്ള രീതിയിൽ നമ്മൾ പറയേണ്ട രീതി എന്ന് പറയണമെങ്കിൽ ഒരു 65 ദിവസം 70 ദിവസമാണ് വത്തക്കൻ്റെ പ്രായം. ഈ പ്രായം കറക്റ്റ് മൂപ്പ് റെഡിയാവും. ഇത് ഏകദേശം 53 ദിവസം ഈ വത്തക്ക. കാരണം വെച്ചാൽ നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് ചെയ്യുന്നത്. ആ ഏരിയകളിലൊക്കെ നമ്മൾ മഞ്ഞ വത്തക്ക ആവട്ടെ ഓറഞ്ച് ആവട്ടെ ഒക്കെ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്തു. ഇത് ജസ്റ്റ് ചെയ്യാൻ നാടൻ വത്തക്കല്ലേ? ഇത് നാടൻ വത്തക്ക. അല്ല, ഞാൻ ചോദിക്കാണ്ട് ഇതിപ്പോ എത്രത്തിൽ നിങ്ങൾ സിറിഞ്ച് കുത്തി? നോക്കട്ടെ, ഒന്ന് കഴികൾ ചെറുപ്രായത്തിൽ കുത്തുന്ന പറഞ്ഞു. അല്ല, ഞാൻ ഒന്ന് ചോദിക്കട്ടെ, എത്ര വത്തക്ക നമ്മൾ നടന്ന് കുത്തേണ്ടി വരും? ആയിരക്കണക്കിന് വത്തക്ക വരും. എന്തെങ്കിലും പേര് പറഞ്ഞത്? എന്റെ പേര് അനീഫ് താനൂർ എന്നാണ് യൂട്യൂബ് ചാനൽ. വെറും ഒരു ചെറിയ യൂട്യൂബ് ചാനലാണ്. നിങ്ങൾ ഈ കോമഡി പറയാനായിട്ട് ജസ്റ്റ് നിങ്ങളൊരു യൂട്യൂബറാണ്, അല്ലെങ്കിൽ ഞാനൊരു യൂട്യൂബറാണ്. ഈ പറഞ്ഞ വീഡിയോ ചെയ്ത ആൾക്കാരൊക്കെ യൂട്യൂബർമാരാണ്. ഞാൻ ഇതിൽ കർഷകനും യൂട്യൂബറും കൂടിയാണ്. അപ്പൊ ഇതിന്റെ സത്യാവസ്ഥ
ഏകദേശം 90% എനിക്കറിയാം. കാരണം നമ്മൾ ഉണ്ടാക്കേണ്ട രീതിയാണ്. അപ്പൊ ആ കത്തി താഴത്ത് വെച്ചാൽ മൂപ്പര് വിചാരിക്കും മൂപ്പരെ എന്തെങ്കിലും കാട്ടാൻ വേണ്ടിട്ടാണെങ്കിൽ അതൊന്നുമല്ല, നമ്മളാരും ഒന്ന് കാട്ടില്ല. വീഡിയോയില് പറഞ്ഞ് നിങ്ങളെ എന്തോ ചെയ്യുന്നൊക്കെ പറഞ്ഞു. അപ്പൊ കത്തി താഴത്ത് വെച്ചാൽ മൂപ്പർക്ക് തോന്നണ്ടല്ലോ ഒന്നും ചെയ്യുന്നു പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ അതിനൊരു പ്രതികരിക്കും, നമുക്ക് ഓരോന്ന് കാണണം. അത്രേ ഉള്ളൂ. അത് അല്ല, നമുക്ക് അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കണം. നിങ്ങള് അവന്റെ മൂപ്പര ഇതിലുണ്ടാവും നമ്പർ, ആ നമ്പറിൽ വിളിച്ചിട്ട് ഇതേമാതിരി മൂപ്പരോടും ഇതിന്റെ ആ കളർ കുത്തിക്കണ്ട് സെറ്റാക്കേണ്ട വീഡിയോ ചെയ്യണം. അത് തീർച്ചയായും വേണല്ലോ. അല്ല, കാരണം വെച്ചാല് ഒരു ഭാഗം മാത്രം പോരല്ലോ, ഇങ്ങനെ അടിച്ചു വെച്ചിട്ട് ഒച്ച ഉണ്ടാവില്ലല്ലോ. രണ്ട് കൈയും കൂട്ടി അടിക്കുമ്പോഴേ നമുക്ക് അതിന്റെ യഥാർത്ഥം കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് എന്താ പറയാ, ഇതില്ല, ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. ഇവിടെ ഏതെങ്കിലും ഭാഗത്ത് ചെറുപ്രായത്തില് ഓട്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അവസ്ഥ എന്ന് വെച്ചാൽ സാധനം ആ ചെറുപ്രായത്തിന് കേട് വന്ന് പോകുന്ന മനുഷ്യന്മാരെ ഒരു ഹോൾ, ചെറിയൊരു ഹോൾ വന്നിട്ട് ഇരുന്ന് കണ്ട് നമ്മൾ നഖം കൊണ്ടാക്കിയാൽ തന്നെ ഇതേപോലെ ആയി മാറും. ഇത് ജസ്റ്റ് ഇങ്ങനെ അമർത്തി കഴിഞ്ഞാല് ഒരു 2 ദിവസം കൊണ്ട് ഈ ഭാഗം ചീച്ചിൽ വരാൻ തുടങ്ങും, ഈ നെക്കിയ ഭാഗം. പിന്നെ ഇതിങ്ങനെ ഭാഗിച്ചു കൊണ്ട് ഒരു 5 ദിവസം കൊണ്ട് ഈ വത്തക്ക തന്നെ പൂർണ്ണമായിട്ട് കേടൊന്നു പോകും അല്ലേ? ഇത് ജസ്റ്റ് ഒരു കല്ലുമ്മ കിടന്നിട്ടുണ്ടാവുന്നതാണ്. ചെറിയ ഡാമേജ് പറ്റി ഇതുപോലെ ആയിരിക്കും ഉണ്ടാവില്ല. ഇതിനുള്ളിൽ ഇത് കംപ്ലൈന്റ് വരാൻ നിൽക്കുന്നത്. പിന്നെ ഇതിനുള്ളിൽ കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ ഈ വത്തക്ക നാശമായി പോകും. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ തെറ്റിദ്ധാരണയുണ്ട് വത്തക്കയുടെ തണ്ട് ഉണങ്ങി പോണം എന്നാലേ കളർ ഉണ്ടാവുള്ളൂ. പക്ഷെ അങ്ങനൊന്നുമില്ല. അത് നമ്മളെ ഫാമിൽ നിന്ന് കട്ട് ചെയ്ത സാധനം നമ്മൾ ഒരു 3 ദിവസം 4 ദിവസം വറുത്തിട്ട് മാറ്റി വെക്കും. എന്നാൽ ഈ കളർ സ്പ്രെഡ് അതുകളെ മനസ്സിലാക്കണം. ഇത് ഏകദേശം മൂപ്പായി വരുന്നേ ഉള്ളൂ. അതിന്റെ ശബ്ദം കിടത്തിന് ഏകദേശം നമുക്ക് ഇത് മുട്ട ഒരു ഓളായിരിക്കും ഇതിനുള്ളിൽ, ഒരു ബോൾ മടിച്ച് മാറ്റി വെക്കണം. ശരിക്കും നമ്മൾ വത്തക്ക മുറിച്ചാൽ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കി എത്ര മണിക്കൂറേറെ നിൽക്കുക വത്തക്ക ശരിക്കും. അതിലും മേലെ നമ്മളൊരു പ്ലാസ്റ്റിക് കവർ ചെയ്തിട്ടില്ലെങ്കിൽ ശരിക്കും വത്തക്ക നടു മുറിച്ചാല് ആ പൊളിന്റെ ഒരു ചോയ ഉണ്ടല്ലോ എത്ര ദിവസം നിൽക്കുക ശരിക്കും. നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കാം. എനിക്കൊന്നും ഒരു 12 മണിക്കൂർ കൊണ്ട് ചിലപ്പോൾ അതിന്റെ കംപ്ലൈന്റ് വരൽ തുടങ്ങും. ഈ ഒരു സംഗതി വരൂലല്ലേ? അത് കംപ്ലൈന്റ് അടിച്ചു കഴിഞ്ഞാൽ അവസ്ഥ ഒന്ന് ആലോചിച്ച് അത് നമുക്ക് കെമിക്കൽ അടിച്ച് കയറി കഴിഞ്ഞാൽ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. ഇത് ഞാൻ ജസ്റ്റ് കാണിച്ചു. അപ്പൊ നമ്മളിത് മുറിച്ച് കാണിച്ചു തരാണ്. ഇതിനുള്ളിൽ ഏകദേശം പഴുത്ത് വരുന്നുള്ളൂ. അപ്പൊ നമ്മൾ എത്രത്തോളം സിറിഞ്ച് കണ്ടില്ല നിങ്ങള് ആ ഫ്രഷ്നെസ്. കളറായിട്ടില്ല. ഇത് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കണം. ഇത് വെട്ടുമ്പോ തന്നെ ആ സൂചി വെക്കുമ്പോ അത് പൊട്ടും. അത്ര ടമ്പർ സാധനമാണ്. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ മാത്രമേ ഉള്ളൂ. കത്തി വെച്ചപ്പോ തന്നെ സാധനം പൊട്ടി. അതിങ്ങനെ കീറിയ ഓ ഇത് നല്ല ആയിന് കേട്ടോ. ഇതായിട്ട് ഇനിയും ആവാണ്ട് ഈ ഭാഗത്ത് ഒരുപാട് ആൾക്കാരുണ്ട്. ഈ ഭാഗത്തിലോട്ട് കളർ വരുമ്പോ ഇത് എന്ത് കെമിക്കലാന്നാ പറയണ്ടേ? ഒരുപാട് ആൾക്കാർ പല കെമിക്കൽ കാർബൈഡ് സിറിഞ്ചിക്കാക്ക് എന്ത് പാടുണ്ട്? കാർബൈഡിനൊക്കെ റേറ്റ് ഇത് കുത്തി വെക്കാൻ ഒരു സമയമാണ്. അല്ല ഞാൻ അതല്ല ആലോചിക്കേ. ഏകദേശം 1000-2000 കണക്കിന് ബത്തക്ക ഉണ്ടാവും. ഒരു ബത്തക്കമ്മല് ചിലപ്പോ 2-3 വട്ടം വരെ അടിക്കണോ? എത്ര അടിക്കണം? അല്ലെങ്കിൽ എത്ര റിസ്ക് ഉണ്ട്? എത്ര പണിക്കാർ വേണോ? ഇത് ഞാനിപ്പോ ബത്തക്ക എടുത്തതാണ്. ഇതില് കണ്ട ഇവിടെ ഇത് കണ്ട ഇത് സിറിഞ്ച് കുത്തി വെച്ചാണ് പറയണ്ടേ ഈ പൊട്ട്. കാരണം വെച്ചാല് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ, ചെറുപ്പത്തിൽ എന്തെങ്കിലും ഡാമേജ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം വരും. ഇത് ഒരിക്കലല്ലോ ഇതിന് ഇപ്പുറത്തുണ്ടല്ലേ സിറിഞ്ച് അല്ലല്ലോ. എന്താ സിറിഞ്ച്? കണ്ട ഇതിങ്ങനെ കട്ട് ചെയ്ത് കണ്ട് ഞാൻ കഴിക്കാൻ പോകും. അതാ ഞാൻ കഴിക്കാൻ പോയിരുന്നു. അതാണ് പ്രശ്നം. വിഷയം നിങ്ങൾ കഴിക്കും. അത് നിങ്ങൾ കഴിക്കുക. ഞാൻ വെച്ചരാം. ഞാൻ കഴിക്കാട്ടോ. മാഷാ അല്ലാ അടിപൊളി, നല്ല മധുരം. ഞാൻ വെറുതെ പറയല്ല, വീഡിയോക്ക് വേണ്ടി പറയല്ല, അടിപൊളി. ഇതിന്റെ കുരു കണ്ടാ മൂത്ത് വരണുള്ളൂ. 7 ദിവസത്തെ മൂപ്പും കൂടി ഉണ്ട്. വെള്ള കളറാണ് ഇതിന്. ഈ കുരു കണ്ടാ മൂക്കാത്ത ഈ സാധനം. പിന്നെ ഒരു 10 ദിവസം കൂടി കിടക്കണം, എന്നാലേ ഇത് കറക്റ്റ് വിളവുള്ളൂ. ഇതിലേറെ മാത്രം കിട്ടും. ഇനി അഥവാ നമുക്ക് ഇതിന്റെ റെഡ് കളർ പെയിന്റ് അടിച്ചാന്ന് പറയണ്ട, ഇഞ്ചക്ഷൻ കുത്തിയാന്ന് പറയണ്ട. ജസ്റ്റ് ഒന്ന്
ഒരു വെള്ള കളറിന് ഒരു പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സുഖമായിരുന്നു. നമുക്ക് എങ്ങനെ ഇപ്പൊ അറിയാം പേപ്പർ ഉണ്ടോ ടിഷ്യൂ ഉണ്ടോ നോക്കട്ടെ. വണ്ടിട്ട് നമുക്ക് ഇപ്പം നമ്മൾ കളർ കൊടുക്കുകയാണ്, അത് കളർ കൊടുക്കണില്ല എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ. അപ്പം ഞാനൊരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഷെഫീഖ് ഭായിൻ്റെ കൈ കൊടുക്കുകയാണ്. ഷെഫീഖ് ഭായ്, നമുക്കിത് നിങ്ങൾ എന്ത് പെയിന്റ്, ഏഷ്യൻ പെയിന്റ് ആണോ അടിച്ചിരിക്കുന്നത്, അൾട്ടിമ ഏതാണ് അടിച്ചിരിക്കുന്നത്, ഏതാണ് കുത്തി കയറ്റിക്കുന്നത് നോക്കാൻ വേണ്ടി നമുക്ക് എക്സ്പെരിമെന്റിന് കൊടുക്കുന്നതാണ്. എക്സ്പെരിമെന്റിന് കൊടുക്കുന്നതാണ്. അത് എക്സ്പെരിമെന്റ് നമുക്ക് കാണണ്ടേ? ഓക്കെ, അല്ല അത് വേണം, അറിയണം ജനങ്ങൾ. ഇത് പ്യുവർ ആട്ടോ. ഇത് നമ്മളെ പ്രകൃതിയിൽ നിന്ന് ഉണ്ടായി വരുന്ന യഥാർത്ഥ കളറാണ്. ഇത് കണ്ടോളിങ്ങത്. ഇത് നമ്മൾ കുത്തിവെച്ച കളറല്ല, 100% ഷെഫീഖ് സത്യമല്ലേ? എന്താ ജനങ്ങളോട് കൊണ്ട് സത്യം പറയാൻ പറ്റില്ല. തോന്നിക്കാണി വേറെണ്ടാ? വേറെ ഒന്നുണ്ട്. ഒന്നും കൂടി കൊടുക്കുന്നുണ്ട് നമ്മൾ. ഇപ്പുറത്തുള്ള ഒന്ന് വല്ല വാ കണ്ടില്ല നിങ്ങൾ? കറക്റ്റ് കളർ കണ്ടോളി. ഇതാണ് യഥാർത്ഥ വത്തക്കന്റെ കളർ. ഇത് നമ്മൾ ഒരിക്കലും ജനങ്ങൾ തെറ്റിദ്ധരിക്കരുത് അല്ലേ? ഒരിക്കലും പാടില്ല. വത്തക്ക കഴിക്കണം. നമ്മളെ ശരീരത്തിനും നമ്മളെ മനസ്സിനും മുടി, നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗത്തോട്ടും നമുക്ക് ഈ വത്തക്കന്റെ ഗുണങ്ങൾ കിട്ടും. അത് ഏത് ഫുഡ് ആവട്ടെ, മാങ്ങ ആവട്ടെ, ആവട്ടെ, നെഗറ്റീവ് പറയാൻ എല്ലാവർക്കും സുഖം. ഇത് ഉണ്ടാക്കണമെങ്കിൽ എന്ത് പാടുണ്ടോ, എത്ര കർഷകർ പ്രതിസന്ധിയിലായിരുന്നോ. പിന്നെ ഈ ഒരു വീഡിയോ ഒന്നല്ല, ഈ ഒരു വീഡിയോ അതിന് വൈറലായിട്ടുണ്ട്. ഇതുപോലെ തന്നെ വേറെ 3 ഡോക്ടർമാരും. ഡോക്ടേഴ്സ് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങളിത് പഠിക്കാതെ ചെയ്യരുത്, ദയവ് വിചാരിച്ചിട്ട്. അല്ലെങ്കിൽ ഇത് കർഷകരോട് ചോദിക്കുക, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരോട് ചോദിക്കുക. ഞങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡോക്ടർമാരോട് ചോദിക്കില്ലേ രോഗത്തിനെ പറ്റി. പച്ചക്കറി അതുപോലെ തന്നെ ഫ്രൂട്ട്സ് അത് ചെയ്യേണ്ട ആൾക്കാരോട് ചോദിക്കുക. കൃഷി ഓഫീസർമാരുണ്ട് നാട്ടിൽ, അവരോട് ചോദിക്കാം. ഞാൻ ചോദിക്കട്ടെ, ഇത് കണ്ടിട്ട് കൃഷി ഓഫീസർമാർ നിങ്ങളെ വിളിച്ച് ചോദിച്ചിരുന്നു കാര്യങ്ങള്? ഓ തീർച്ചയായിട്ടും. എന്ത് പറഞ്ഞു? എന്ത് അസംബന്ധമാണ് അവർ പറയേണ്ടത്? നമ്മൾ ഇന്നെ കൊണ്ട് പറയേണ്ട രീതിയില. തീർച്ചയായിട്ടും കേസും കാര്യങ്ങളായിട്ട് പോണം എന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും, കർഷകരുടെ എല്ലാവരും ആഗ്രഹം. കാരണം വെച്ചാല് ആദ്യം അങ്ങനെ ഒരു വീഡിയോ പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത് ശരിയല്ലാത്തൊരു പരിപാടിയാണ്. ഒരുപാട് റിസ്ക്കും കാര്യങ്ങളും നമ്മൾ ഈ കൃഷി ചെയ്യുന്നത് ഒരുപാടുണ്ട്. കാരണം വെച്ചാൽ ഒരുപാട് നഷ്ടം സംഭവിക്കുന്ന കാര്യങ്ങൾ. കാരണം മഴ പെയ്താൽ തന്നെ നമുക്ക് നെഞ്ചിൽ തീയാണ്. ഈ ഒരു സംഭവം വെറും ഒരു റീച്ചിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടി കർഷകരെ നെഞ്ചത്തടിക്കുന്ന പരിപാടിയല്ലേ? കർഷകർ നെഞ്ചത്തല്ല അടിക്കേണ്ടത്, ജനങ്ങളെ വയറ്റത്താണ് അടിക്കുന്നത്. അതാണ് ശരിയാണ്, ജനങ്ങളെ വയറ്റത്താണ്. കർഷകർക്ക് അവർ ഏരിയത്തെ നഷ്ടങ്ങൾ അതൊരു കർഷകൻ എന്നുള്ള രീതിയിൽ നഷ്ടങ്ങൾ ചിലപ്പോൾ സഹിച്ച് അങ്ങോട്ട് പോകും. പക്ഷെ ആ ഒരു സീസണിൽ ഉണ്ടാക്കുന്ന ഫുഡ്, ഇത് ഫുഡാണല്ലോ, ജനങ്ങൾ കഴിക്കുന്ന ഏറ്റവും ഇഷ്ടപ്പെടേണ്ട ഒരു എക്സോട്ടിക് ഫുഡാണ്. തോട്ടത്തിൽ നിന്ന് പറിച്ചെടുത്ത് കഴിക്കുന്ന ഫുഡാണ്. ഈ സാധനത്തിനെ ബാൻ ചെയ്യേണ്ട മാതിരിയല്ലേ? പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു സാധനത്തിന്റെ നെഗറ്റീവ് ഇതിന് മുന്നേ ഉണ്ടായത്. മാങ്ങക്ക് ഇഞ്ചക്ഷൻ വെക്കണു, ആപ്പിളിന് ഇഞ്ചക്ഷൻ വെക്കണു, മാങ്ങ ഇതിലിട്ട് പോയിപ്പിക്കണു. കാരണം വെച്ചാൽ ആ ഒരു സീസണിലുള്ള സംഗതികൾ മൊത്തം ബ്ലോക്ക് ആവാണ്. കർഷകർ പ്രതിസന്ധിയിലാവാണ്. നമ്മൾ എന്ത് ചെയ്യാനാ? നമുക്ക് ഇതിനെ വെച്ചാൽ ശക്തമായിട്ട് ഇനിയിപ്പോ ഫോട്ടോ വെച്ചുകൊണ്ട് വീഡിയോ വെച്ചുകൊണ്ട് നമ്മൾ അതിനെതിരെ നമ്മൾ പ്രതികരിക്കും. കേസ് കൊടുക്കാന്നാ പറയേണ്ടത്. നമുക്ക് വിഷയമല്ല, കേസ് കൊടുക്കട്ടെ. നമുക്ക് അതാണ് ആവശ്യം. കേസ് കൊടുത്ത് കോടതിയിലെത്തണം. നമ്മളെ കൃഷിഭവനാവട്ടെ, ഓഫീസർമാരാവട്ടെ, അതുപോലെ തന്നെ കർഷകരാവട്ടെ, കർഷകർ ഒറ്റക്കെട്ടായിട്ട് നിന്നുണ്ടല്ലോ പവറാണ്. കർഷകരില്ലാതെ ഈ ഭൂമിയിൽ ഒരു പരിപാടി നടക്കൂല. പിന്നെ ഈ കർഷകരിൽ നിന്നുണ്ട് ഒരു മിലിറ്ററിന്റെ പവറാണ്. നമുക്ക് തിന്നല്ലാതെ ജീവിക്കാൻ പറ്റുമോ? നമ്മൾ കുറച്ച് ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് കായ് ഉണ്ടാക്കിയിട്ട് നടക്കുവോ? പറ്റുമോ? യൂട്യൂബർമാർ, ഞാൻ സത്യം പറയട്ടെ, നമ്മള് യൂട്യൂബറാണ്. നമ്മള് യൂട്യൂബർ എല്ലാവരും ആക്ഷേപിക്കല്ല, പക്ഷെ വ്യാജ പ്രചരണങ്ങൾ നടത്തുന്ന ആൾക്കാരെ നമ്മൾ ശക്തമായിട്ട് നേരിടും, ശക്തമായിട്ട് പ്രതികരിക്കും. അതിന് യാതൊരു വിട്ടുവീഴ്ചയില്ല. ഇത് പറഞ്ഞ വ്യക്തി ശരിക്ക് ഈ ചെറിയ ഇളം പ്രായത്തിലുള്ള ഒരു അല്ല, അയാൾ വരട്ടെ. ഞാൻ മൂപ്പർക്ക് ഏത് തരത്തിലുള്ള വത്തക്ക് ഞാൻ കൊടുക്കും, ഫ്രീ ആയിട്ട് കൊടുക്കും. ആ എക്സ്പെരിമെന്റ്, ആ കളർ കുത്തിവെച്ച് എനിക്ക് തരുന്ന കളറായിട്ട് അത് കഴിക്കാൻ പറ്റണം. ഇതുപോലത്തുള്ള കളറായി നമ്മൾ കളർ ഇല്ലാത്ത സാധനം, ഇളയ മൂപ്പായതുണ്ടാവും, 20-25-30 ദിവസമായത്, ആ സാധനം നമ്മൾ കൊടുക്കും. അത് കൊടുത്തിട്ട് അതിൽ കളർ വെപ്പിച്ചട്ടെ. എന്നിട്ട് ഞാനത് വെട്ടി ഇതേമാതിരി കുത്തിർന്ന് കഴിക്കും. ഇങ്ങനെ കഴിക്കും. പക്ഷെ ഈ ടേസ്റ്റും വേണം, ഈ കളറും വേണം, വായിക്ക് വെക്കാനും പറ്റണം. എന്നിട്ട് ഇതില് കെമിക്കൽ ഉണ്ട്, ഇത് കഴിച്ചാൽ ക്യാൻസർ ആണ്.
ഒരുപാട് ഡോക്ടേഴ്സ് നമുക്ക് ഡോക്ടർമാരെ നമ്മൾ കുറ്റം പറയില്ല. ഇപ്പൊ ഈ ഒരു രീതിയിൽ യൂട്യൂബ് ഡോക്ടർമാരും യൂട്യൂബ് വൈദ്യന്മാരും ഇറങ്ങേണ്ട കാലം. പല രീതിയിലുള്ള നമ്മൾ തട്ടിപ്പ് നിലപോലെ റീച്ചിന് വേണ്ടി ചെയ്തോട്ടെ. പക്ഷെ അത് ഉപയോഗിച്ചുകൊണ്ട് ഒരു കുട്ടിക്കോ അല്ലെങ്കിൽ ഒരു ആർക്കായാലും അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ വന്നാൽ ഈ ഡോക്ടർമാർ വഹിക്കൂല. നിങ്ങൾ മനസ്സിലാക്കണം. ശരിയാണ് ചെയ്തോളി. പക്ഷെ അത് നിങ്ങളെ റിസ്കിൽ എന്ന് പറയണം. ഇത് ചെയ്യണം എന്ന് അടിച്ചേൽപ്പിക്കില്ല വേണ്ടിയത്. ഷെഫിക, അപ്പോ അവര് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് മൂപ്പർക്ക് ഒരുപാട് മാനഹാനി സംഭവിച്ചെന്ന് പറഞ്ഞു. അപ്പൊ മാനഹാനി സംഭവിച്ചെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം കേസ് കൊടുക്കുന്നാണ് പറഞ്ഞത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കൊടുക്കല്ലേ? ധൈര്യമായിട്ട് കൊടുക്കാൻ പറയും. നമ്മളിതിന് ചെറുത്ത് നിൽക്കാനുള്ള പവർ നമ്മളുണ്ട്. നമ്മൾ കർഷകരാണ്. നമ്മൾ പ്രതികരിക്കും, നല്ല രീതിയിൽ പ്രതികരിക്കും. വ്യാജ പ്രചരണങ്ങൾ നടത്തിക്കാണ്ട് 1 മില്യൺ 3 മില്യൺ ഒക്കെ ആയ ആൾക്കാരാണ്. ഈ 1 മില്യൺ 3 മില്യൺ ഒക്കെ ആൾക്കാർ കണ്ടുകണമെങ്കിൽ ആ ആൾക്കാരുടെ മനസ്സിൽ ഈ ഒരു സാധനം വിഷമാണ്. അപ്പൊ ഇതിന്റെ എല്ലാത്തിനും ഉത്തരവാദിത്വം ആളാണ് അല്ലേ? ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ജനങ്ങൾ അത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ തെറ്റുകാരനാരാ? ഓലല്ല, ഞാനാണ്. എന്റെ കണ്ടു കണ്ടാണ് ഓരോ ചെയ്തിട്ടുള്ളത് അല്ലേ? കേസ് കൊടുത്തോട്ടെ, നമ്മൾ ഏതറ്റം വരെ വേണി പോവും. നമ്മളെ കൂടെ കർഷകരും ഉണ്ട്. ഇനി കർഷകരാരുമില്ല, ഞാൻ ഒറ്റക്കൊന്ന് പോരാടും. ഈ വീഡിയോ കൊണ്ട് അദ്ദേഹത്തിന് മാനഹാനി സംഭവിച്ചത് കൊണ്ട് നഷ്ടപരിഹാരത്തിനാണ് അദ്ദേഹം കേസ് കൊടുക്കുന്നത്. നിങ്ങൾ നഷ്ടപരിഹാരം കൊടുക്കാൻ തയ്യാറാണോ ഷഫീഖ? കൊട്ടനാഞ്ചിന്റെ പൈസ ഞാൻ കൊടുക്കൂല. പൊന്നു മോനെ, എന്തിനു ഞാൻ ഇത് കൊടുക്കേണ്ട ആവശ്യം? ഒരു മിനിറ്റ് ഇത്രയും കർഷകരെ പ്രതിസന്ധിയിലാക്കിയ ഇയാൾക്കെതിരെ എന്ത് നടപടി എടുക്കാനുള്ളത്? അതാണ് ഇന്റെ പേരിൽ കേസ് കൊടുത്തോട്ടെ, പക്ഷെ പൈസ കിട്ടൂല. കോടതി പറയാണ് പൈസ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ പോയി കൊടുക്കും. ഞാന് രാവും പകരില്ലാതെ അധ്വാനിച്ചുണ്ടാക്കേണ്ട പൈസ, അതിൽ നിന്നൊരു പൈസ നമ്മൾ കൊടുക്കൂല. അത് നോക്കണം. അത് കിട്ടിയിട്ട് നിങ്ങൾ ഏതായാലും കേസിനും കാരണം പോകണ്ട, കേസ് കൊടുത്തോളി. പൈസ കിട്ടും വിചാരിച്ചാണ് പോകണ്ട. അത് ആദ്യം പറഞ്ഞുതരാം. സത്യം. എന്ത് നിയമപരമായിട്ട് എന്ത് ശിക്ഷ എത്ര കൊല്ലം ജയിലിലേക്ക് എടുക്കാനും തയ്യാറാണ്. ഞാൻ റെഡിയാണ്. കാരണം കർഷകർക്ക് വേണ്ടിയിട്ട്, ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ അത്രയും രീതിയിൽ അധ്വാനത്തിന്റെ ഫലമാണ്. നമ്മുടെ യൂട്യൂബിൽ എങ്ങനെ അധ്വാനിക്കേണ്ട ആവശ്യമില്ല. അത് 2 വീഡിയോ ഇട്ടാൽ നമുക്ക് ചെയ്യാൻ പറ്റും. കർഷകന് പാടത്തിറങ്ങി അധ്വാനിക്കുമ്പോൾ അത് ഈ വെയിൽ, ഇതാ 7-8 മണിയായിട്ടുള്ള ഈ വെയിൽ ഞാൻ കൊണ്ടപ്പോൾ തന്നെ എനിക്കറിയാം അതിന്റെ ഏകദേശം അതിന്റെ ചൂട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. അപ്പൊ ആ കർഷകരൊന്നും നമ്മൾ തള്ളിപ്പറയാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുതട്ടെ മനുഷ്യന്മാർ. എല്ലാവരോടും നമ്മൾ പറയാണ്, നല്ല വീഡിയോസ് ചെയ്ത് നല്ല റീച്ച് നേടിക്കോളി. പക്ഷെ ഇങ്ങനത്തെ വീഡിയോസ് ഇനി ഒരിക്കലും വീഡിയോസ് ചെയ്തോട്ടെ, അതിന് നമുക്ക് വിഷയമല്ല. പക്ഷെ നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതിന്റെ പോസിറ്റീവ് അതിന്റെ അപ്പുറത്ത് കാണണം. നെഗറ്റീവ് മാത്രം പറയരുത്, പോസിറ്റീവ് മാത്രം പറയാനും പാടില്ല. ഒരു സാധനം നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് അതിന് പോസിറ്റീവ് മാത്രം പറയരുത്. നെഗറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവും പറയണം. എന്നാലേ ഇതിനൊരു ഇതുണ്ടാവുള്ളൂ, അതിന്റെ സത്യാവസ്ഥ അറിയുള്ളൂ. പിന്നെ അദ്ദേഹത്തെ നിങ്ങൾ ഈ പാടത്തേക്ക് ക്ഷണിക്കുന്നില്ലേ? തീർച്ചയായിട്ടും അതൊന്ന് പറഞ്ഞാൽ ഒരു വെല്ലുവിളിയായിട്ട് പറഞ്ഞാലേ. നമ്മൾ വെല്ലുവിളിയായിട്ടല്ല, കാരണം വെച്ചാല് ഇതിന്റെ സംഗതി മൂപ്പര് ഗൂഗിളിലും അതുപോലെ തന്നെ മറ്റേ വേറെ ഏതോ വീഡിയോസും കണ്ട് ചെയ്ത വീഡിയോ ആണ്. അത് മൂപ്പര് വീഡിയോയിലൊക്കെ അതേമാതിരി തന്നെയാണ്. ഓരോന്ന് കണ്ടും കേട്ടും അറിഞ്ഞു കണ്ട് ചെയ്തതാണ്. അതിന്റെ പ്രാക്ടിക്കലായിട്ടോ അല്ലെങ്കിൽ തിയറിക്കലായിട്ടോ മൂപ്പർക്ക് അറിയില്ല. അത് അതിനനുസരിച്ച് നമ്മൾ അതിന് കുറ്റം പറയില്ല കേട്ടോ. നമ്മളത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് കൊണ്ട് അതിനെ നമ്മളിത് കുറ്റം പറയില്ല. നമ്മളത് സോൾവ് ചെയ്യണം. കാരണം ജനങ്ങളോട് നമ്മൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളൂ, തെറ്റിദ്ധാരണകൾ മാറ്റുക എന്നുള്ളൂ. അത് മൂപ്പര് ഏത് തരത്തിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് വിഷയമല്ല, അതൊന്നും വിഷയമല്ല. ഓക്കെ. അപ്പൊ എന്തായാലും വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തെ ഈ പാടത്തേക്ക് ക്ഷണിച്ച് അദ്ദേഹം എന്ത് സൗകര്യം ചെയ്തു തരും ഇതൊന്നും അങ്ങനെ കാണിച്ചു കൊടുക്കണം. അദ്ദേഹം പറഞ്ഞ മാതിരി. അല്ല, പിന്നെ പ്രശ്നം എന്ന് പറയുകയാണെങ്കിൽ തമിഴ്നാട്ടിലും പുറം സ്റ്റേറ്റുകളിൽ നിന്ന് വരുന്ന വത്തക്കകളിലൊക്കെ ഈ സാധനം എന്നാ പറയേണ്ടത് കുത്തിവെച്ചിട്ടാണ് വരുന്നത് പറഞ്ഞത്. ഞാൻ അത് വെല്ലുവിളിക്കാണ്. ഏതെങ്കിലും ഒരു ഫാമിൽ കയറിയിട്ട് ഞാൻ അവൻ്റെ എല്ലാ ചെലവ് കൊടുത്തോളാം. സഹോദരന്റെ എല്ലാ ചെലവും വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 2 കൂട്ടുകാരന്മാരും വിളിച്ചോട്ടെ, നമുക്ക് തമിഴ്നാട് പോയിട്ട് ഫുൾ ചെലവ് ഏതെങ്കിലും ഒരു ഫാമിൽ പോയിട്ട്, അല്ലെങ്കിൽ തമിഴ്നാട്ടിലൊക്കെ ഒരുപാട് ഫാമുകളാണ്, അതിൽ ഒരു ഫാമില് മൂപ്പർക്ക് അറിയേണ്ട കണ്ടുപിടിച്ചിട്ട് അതിൽ കുത്തി വെക്കേണ്ട ഒരു ഫാം ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തരാൻ പറയണം. അത് വെല്ലുവിളിയാണ്, വേറെ ഒന്നുമല്ല. നമുക്കത് കാണിച്ചു തരണം എന്നുള്ളൂ. അത് നമ്മൾ ഒപ്പം പോയിട്ട് എല്ലാ ചെലവും ഞാൻ എടുത്തോളാം. അതാണ്, അത്രേ ഉള്ളൂ. നമുക്ക് സത്യം കാരണം വെച്ചാൽ നമ്മളെ സുഹൃത്തുക്കൾ ഒരുപാട് ആൾക്കാർ തമിഴ്നാട്ടിൽ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്
നമുക്കറിയണം. അറിയണം. നമ്മൾ മാത്രം തമിഴ്നാട്ടിൽ ഉണ്ടായത് കൊണ്ടാണ് ഏകദേശം നമ്മൾ ഫുഡ് കഴിക്കുന്നത്. കേരളത്തിലുള്ള ആൾക്കാർ ഇപ്പോഴേ തുടങ്ങിയിട്ടുള്ളൂ, ഇതിന് മുന്നേ ഇല്ല. നമ്മള് ഇപ്പോഴേ ഇവരൊക്കെ നമ്മൾ പാഷന്റെ പുറത്ത് തുടങ്ങണം. പാഷനായാലും മറ്റേ ജീവിത നമ്മളെ കേരളത്തിൽ കിടക്കുന്നുണ്ടല്ലോ, തുടങ്ങട്ടെ. നമ്മൾ എല്ലാത്തിനും സപ്പോർട്ട് കൊടുക്കും. എല്ലാ കർഷക എന്നുള്ള രീതിയിൽ ഞാൻ എല്ലാവർക്കും സപ്പോർട്ട് കൊടുക്കും. അവരെ നമ്മൾ പ്രൊമോട്ട് ചെയ്യും, അവരെ നമ്മൾ ഉയർത്തി കൊണ്ടുവരും. നമ്മളെ കേരളത്തിൽ നിർബന്ധമാണ്. കാരണം തമിഴ്നാട് നമ്മൾ വേലി കെട്ടി കഴിഞ്ഞാൽ നമ്മളെ കഥ കഴിഞ്ഞ്. അതത്രേ ഉള്ളൂ. ആ വേലി കെട്ടി കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്ന് വത്തക്ക വരണ്ടെന്ന് പറഞ്ഞാൽ നമ്മളവിടെ വത്തക്ക ഉണ്ടാവില്ല. ഇവിടുത്തെ വത്തക്കയും അവിടുത്തെ വത്തക്കയും നമ്മളെ നാട്ടിക്ക് വേണം. പിന്നെ എന്നാലേ നമുക്ക് ജീവിക്കാൻ കഴിയുള്ളൂ. അവരും കൂടി വേണം. അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ എന്നെയും ഷഫീഖാനെ ഞാൻ ഇതിൽ കാണിച്ചിട്ട് കറക്റ്റ് രണ്ടാൾ ഒരുമിച്ച് കാണിച്ചില്ലേ. ഇതാ ഷഫീഖ്, ഇതാ വത്തക്കയിൽ നിൽക്കുന്നു നമ്മുടെ വിവാദ നായകൻ, ഏറിൽ പോയ നായകൻ എന്നൊക്കെ പറയുന്ന നമ്മുടെ നായകനാണിത്, യഥാർത്ഥ നായകൻ അതാണ്. അപ്പൊ പറഞ്ഞ മാതിരി ഇതിനുള്ള കമന്റുകളും റിയാക്ഷനുകളും എന്തും ചെയ്തോളി. അപ്പൊ അടിപൊളി ഒരു നല്ലൊരു ദിനം ആശംസിക്കുന്നു.